ഇന്നും നമ്മൾ പറഞ്ഞു പഠിക്കുകയാണ്. പറഞ്ഞു പഠിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ? നമ്മൾ എന്ത് ചെയ്യാണ്? ആലോചിച്ച് പറയാൻ പോവുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചോദിക്കുകയാണ്, നീ എന്താ ഇന്നലെ മീറ്റിങ്ങിന് വരാത്തത്? നിങ്ങളുടെ മനസ്സിൽ ആ സെന്റൻസ് ഒന്ന് ഇംഗ്ലീഷിലാക്കൂ. നീ എന്താ ഇന്നലെ മീറ്റിങ്ങിന് വരാത്തത്? എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, നമ്മുടെ മലയാള സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കുക. നീ എന്താണ് ഇന്നലെ മീറ്റിങ്ങിന് വരാത്തത്? അത് നമുക്ക് WH ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് വേണം. എന്താ? നീ എന്തുകൊണ്ടാണ് ഇന്നലെ മീറ്റിങ്ങിന് വരാത്തത്? വൈ? വരാത്തത്, ഇന്നലെ ഓക്സിലറി വേണം അല്ലേ? വൈ വരാത്തത് എന്നാണ് ചോദിച്ചത്. സോ വൈ ഡിഡിന്റ്, സബ്ജക്റ്റ് വേണം. യു, നെക്സ്റ്റ് വേർബ് കേം ആണോ? നോ, കം. വൈ ഡിഡിന്റ് യു കം? എവിടെയാണ്? ടു ദ മീറ്റിംഗ് ഇന്നലെ, യെസ്റ്റർഡേ. എങ്ങനെയാണ്? നീ എന്താ ഇന്നലെ മീറ്റിങ്ങിന് വരാത്തത് എങ്ങനെ ചോദിക്കാം? വൈ ഡിഡിന്റ് യു കം ടു ദ മീറ്റിംഗ് യെസ്റ്റർഡേ? അപ്പൊ നിങ്ങൾ ചോദിക്കൂ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കൂ, അല്ലെങ്കിൽ നാളെ നിങ്ങൾ ഓഫീസിൽ ചെല്ലുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നീ എന്താ ഇന്നലെ മീറ്റിങ്ങിന് വരാത്തത്? WH ക്വസ്റ്റ്യൻ കൊടുത്തു. നമ്മൾ നോക്കിക്കേ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കൂ, അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. WH ക്വസ്റ്റ്യൻ കൊടുത്തു, ഓക്സിലറി കൊടുത്തു, സബ്ജക്റ്റ് കൊടുത്തു, വേർബ് കൊടുത്തു, പിന്നെ എന്താണ്? റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് കൊടുത്തു. വൈ ഡിഡിന്റ് യു കം ടു ദ മീറ്റിംഗ് യെസ്റ്റർഡേ? എനിക്ക് പനിയായിരുന്നു. എങ്ങനെ പറയാ? എനിക്ക് പനിയായിരുന്നു. എനിക്ക് പനി ആയിരുന്നു. ഐ ഹാഡ് എ ഫീവർ. ഹാഡ് എന്തിനാ ഉപയോഗിച്ചത്? നമുക്ക് എന്ത് രോഗമുണ്ടെങ്കിലും നമ്മൾ ഹാസ് ഹാവ് ആണ് ഉപയോഗിച്ച് പറയേണ്ടത്. ഞാൻ അതിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ലിങ്ക് തരാം കേട്ടോ. ഐ ഹാഡ് എ ഫീവർ. എനിക്ക് പനി ഉണ്ടായിരുന്നു. എങ്ങനെ പറയാ? ഐ ഹാഡ് എ ഫീവർ. പനി ആയിരുന്നു. എനിക്ക് പനിയായിരുന്നു. എന്നിട്ട് നീ മരുന്ന് വാങ്ങിച്ചോ? എന്നിട്ട് ഒന്നെങ്കിൽ നമുക്ക് അവിടെ then എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ആൻഡ് എന്ന് പറയാം. മരുന്ന് വാങ്ങിച്ചോ? മരുന്ന് വാങ്ങിച്ചോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ WH വേണമെന്ന് പറഞ്ഞു. മരുന്ന് വാങ്ങിച്ചോ, ഇതിനകത്ത് WH എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നമ്മളപ്പോൾ അത് അവിടെ വിട്ടു. അടുത്തത് എന്ത് വേണമെന്നാ പറഞ്ഞത്? ഓക്സിലറി വേണം. മരുന്ന് വാങ്ങിച്ചോ എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ? അപ്പൊ എന്താണ് ഓക്സിലറി വേണ്ടത്? ഡിഡ് ആണ് വേണ്ടത്. സബ്ജക്റ്റ് വേണം, യു. വേർബ് വേണം, ബൈ. ഡിഡ് യു ബൈ മെഡിസിൻ? Then did you buy medicine? നീ മരുന്ന് വാങ്ങിച്ചോ? ഞാൻ ഇന്നലെ വാങ്ങി. ഇതെങ്ങനെ പറയാം? ഞാൻ ഇന്നലെ മരുന്ന് വാങ്ങി. ഇതെങ്ങനെ പറയും? ഇന്നലെ മരുന്ന് വാങ്ങി. അപ്പൊ ഞാൻ മരുന്ന് വാങ്ങി എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എങ്ങനെ പറയണം? ഞാൻ വാങ്ങി മരുന്ന് എന്നാവണം. അപ്പൊ ഐ ബോട്ട് മെഡിസിൻ yesterday. I bought medicine yesterday. ഞാൻ ഇന്നലെ മരുന്ന് വാങ്ങി. അപ്പൊ ഞാൻ വാങ്ങി മരുന്ന് എന്നായി ഇന്നലെ. പക്ഷേ ഞാൻ ടയേർഡാണ്. ഞാൻ ഇപ്പോഴും എനിക്ക് ക്ഷീണമാണ് എന്നെങ്ങനെ പറയും? പക്ഷെ ഞാൻ ടയേർഡാണ് എന്നെങ്ങനെ പറയും? ഞാൻ മടുത്തു, എനിക്ക് എപ്പോഴും ക്ഷീണമാണ്. ബട്ട് ആണ്, ഐ ആം ടയേർഡ്. എന്നാലും yesterday I bought medicine but I am tired. പക്ഷെ ഞാൻ ക്ഷീണമാണ്, ഞാൻ ക്ഷീണിതനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചോദിക്കുക? നീ മരുന്ന് വാങ്ങിയോ എന്ന് എങ്ങനെ ചോദിക്കുക? ഡിഡ് യു, നമുക്ക് അവിടെ WH ഇല്ല. ഡിഡ് യു ബൈ ദ മെഡിസിൻ? മെഡിസിൻ വാങ്ങിച്ചോ? ഞാൻ മരുന്ന് വാങ്ങിച്ചു. ഐ ബോട്ട് മെഡിസിൻ. നീ എന്താ ഇന്നലെ മീറ്റിങ്ങിന് വരാത്തെ? Did you come to the meeting yesterday? ഓക്കെ, അപ്പൊ എനിക്ക് ക്ഷീണമാണെന്ന് പറയണം. അപ്പോൾ നമ്മൾ അവനോട് ചോദിക്കുകയാണ്, നീ ഓഫീസിലോട്ട് ഇന്ന് വരുവാണോ എന്ന് ചോദിക്കുകയാണ്. നീ ഓഫീസിലോട്ട് ഇന്ന് വരുന്നുണ്ടോ? ഇന്ന് നീ ഓഫീസിലോട്ട് വരുവല്ലേ എന്നെങ്ങനെ ചോദിക്കാം? ഇപ്പോ
നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പനിയായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ അവനെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, ഇന്ന് നീ ഓഫീസിലോട്ട് വരുവാണോ? എങ്ങനെ ചോദിക്കാ? വരുവാണോ നീ. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കാം? ആണോ. എന്ത് വേണം? നീയാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. യുവിന്റെ കൂടെ ആണോ എന്ന് ചോദിക്കാൻ നമുക്ക് എന്താണ് അർത്ഥം വരേണ്ടത്? ഈസോ, ആമോ, ആറോ ആണ് വേണ്ടത്. അപ്പൊ യുവിന്റെ കൂടെ നമുക്ക് എന്താ വേണ്ടത്? വി നീഡ് ആർ. വരുവാണോ. നീ ഇപ്പൊ എന്റെ കൂടെ വരുവല്ലേ? നീ ഓഫീസിലോട്ട് വരുവല്ലേ? എങ്ങനെ ചോദിക്കാം? ആറിന്റ്. വരൂ അല്ലേ. ആറിന്റ്. ആണോ എന്നാണെങ്കിൽ ആർ യു. അപ്പൊ നമ്മൾ ചോദിക്കാണ് ഓഫീസിലോട്ട് വരുവല്ലേ? ആറിന്റ് യു കമ്മിങ് ടു ദ ഓഫീസ് ടുഡേ. എങ്ങനെ ചോദിക്കുക? ഇന്ന് നീ ഓഫീസിലോട്ട് വരുന്നില്ലേ എന്ന് എങ്ങനെ ചോദിക്കുക? ആറിന്റ് യു കമ്മിങ് ടു ദ ഓഫീസ് ടുഡേ. അപ്പൊ ആറ് ഈസ് ആ മാറി കഴിഞ്ഞാൽ വേർബ് ING ആണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു കമന്റ് ബോക്സിൽ കണ്ടു, അവിടെ നമ്മൾ നൗൺ കൊടുത്തിട്ട് എന്തുകൊണ്ട് ING കൊടുത്തില്ല എന്നുള്ളത്. വേർബാണ് ING വരേണ്ടത് കേട്ടോ. ആറിന്റ് യു കമ്മിങ് ടു ദ ഓഫീസ് യെസ്റ്റർഡേ. ഇപ്പൊ നിങ്ങൾ ഇനി ചോദിക്കും, ഇത് വില്ല് ഉപയോഗിച്ച് ചോദിച്ചുകൂടെ എന്ന് ചോദിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും പറയാൻ പറ്റും എന്ന്. അതിന്റെ ഒരു ലിങ്ക് കൂടെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കൂ കേട്ടോ. ആറിന്റ് യു കമ്മിങ് ടു ദി ഓഫീസ് ടുഡേ. ഇന്ന് നിങ്ങൾ ഓഫീസിലോട്ട് നീ വരുന്നില്ലേ? അപ്പൊ പറയാണ്, മറ്റേ ആൾ എന്താ പറയാ? എന്ത് പറയാണ്? പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് വരണം. എങ്ങനെ പറയാ? എനിക്ക് പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാൻ എന്താ? നമുക്ക് കഴിയും എന്ന് പറയാൻ നമുക്ക് എന്ത് വേണം? ക്യാൻ. കഴിയുന്നില്ല, ഐ കാണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഐ കാണ്ട്. എനിക്ക് പറ്റുന്നില്ല. ആൻഡ് അതേപോലെ തന്നെ എന്താണ്? എനിക്ക് ലീവില്ല, ഐ ഡോണ്ട് ഹാവ് ലീവ്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമുക്കില്ല എന്ന് പറയാൻ നമ്മൾ പറയേണ്ടത് ഡോണ്ട് ഹാവോ ഡസിൻ ഹാവ് ആണോ ഉപയോഗിക്കുന്നത്. എന്താണ്? നമുക്ക് കാറില്ല, ഡോണ്ട് ഹാവ് എ കാർ. എനിക്കൊരു കാറില്ല. എനിക്കൊരു വീടില്ല, ഡോണ്ട് ഹാവ് എ ഹൗസ്. എനിക്കൊരു ഹൗസ് ഇല്ല. ഐ ഡോണ്ട് ഹാവ് ബ്ലൂ കളർ ഡ്രസ്. എനിക്ക് ബ്ലൂ കളർ ഡ്രസ് ഇല്ല. ഇല്ല എന്ന് പറയാൻ ഡോണ്ട് ഹാവ് ആണ്. അപ്പൊ എനിക്ക് ലീവ് ഇല്ല, ഐ ഡോണ്ട് ഹാവ് ലീവ്. എനിക്ക് ലീവ് ഇല്ല, സോ എനിക്ക് വന്നേ പറ്റുള്ളൂ. വന്നേ പറ്റുള്ളൂ. ഐ ഹാവ് ടു കം. പോയേ പറ്റുള്ളൂ, ഐ ഹാവ് ടു ഗോ. ചെയ്തേ പറ്റുള്ളൂ, ഐ ഹാവ് ടു ഡു. അപ്പൊ എന്താണ്? എനിക്ക് ചെയ്യേണ്ടതുണ്ട്. അതെന്താണ്? പോകേണ്ടതുണ്ട്. ഈ ഒരു രീതിയിലും അത് പറയാം. ഇതിന്റെയൊക്കെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് പോയേ പറ്റുള്ളൂ, ഐ ഹാവ് ടു ഗോ. കാര്യം എന്താണ്? ഐ ഡോണ്ട് ഹാവ് ലീവ്. എനിക്ക് ലീവില്ല. ആക്ച്വലി ഐ കാണ്ട്. എനിക്ക് പറ്റുന്നില്ല. ബട്ട് ഐ ഡോണ്ട് ഹാവ് ലീവ്. എനിക്ക് ലീവില്ല. സോ ഐ ഹാവ് ടു ഗോ ടു ദ ഓഫീസ്. എനിക്ക് ഓഫീസിൽ പോയേ പറ്റത്തുള്ളൂ. ലീവ് ഇല്ലാത്തത് കൊണ്ട് ഓഫീസിൽ പോയേ പറ്റത്തുള്ളൂ. അപ്പൊ എങ്ങനെയാ? നിങ്ങൾ ആ ഒരു സെന്റൻസ് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്നില്ല, പക്ഷെ എനിക്ക് ലീവില്ല, അതുകൊണ്ട് എനിക്ക് ഓഫീസിൽ പോയേ പറ്റത്തുള്ളൂ. എങ്ങനെ പറയും? ലീവില്ല, ഓഫീസ്. എനിക്ക് ഓഫീസിൽ പോയേ പറ്റത്തുള്ളൂ. ഹാവ് ടു. അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. ഹാവ് ടു കഴിഞ്ഞ വേർബ് V1. അപ്പൊ ഞാൻ പറയാണ്, പറ്റുന്നില്ലെങ്കിൽ 2 ദിവസം കൂടെ നീ ലീവ് എടുക്ക്, ഞാൻ അവിടെ പറഞ്ഞോളാം, ഞാൻ അവരോട് പറയാം എന്നെങ്ങനെ പറയാ? പറ്റുന്നില്ലെങ്കിൽ നീ 2 ദിവസം കൂടെ ലീവ് എടുക്ക. എങ്ങനെ പറയാ? പറ്റുന്നില്ലെങ്കിൽ എന്ന് പറയാൻ നമുക്ക് എന്താ വേണ്ടത്? എഫ്. പോസിബിൾ ആണ് സാധ്യം. സാധ്യമാകുന്നില്ലെങ്കിൽ നോട്ട് പോസിബിൾ. ഇഫ് നോട്ട് പോസിബിൾ, സാധ്യമല്ല എങ്കിൽ, അതായത് പറ്റുന്നില്ല എങ്കിൽ. ഇഫ് നോട്ട് പോസിബിൾ, നിന്നെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ. ഇഫ് നോട്ട് പോസിബിൾ അല്ല എങ്കിൽ, സാധ്യമല്ല എങ്കിൽ ലീവ് എടുക്ക്. എങ്ങനെ പറയണം? എടുക്ക് ലീവ് എന്നല്ലേ നമ്മൾ പറയേണ്ടത്. ലീവ് എടുക്കുക എന്ന് നമ്മൾ പറഞ്ഞാൽ എടുക്ക് ലീവ്. ടേക്ക് എ ലീവ്. ലീവ് എടുക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ എടുക്ക് ലീവ് എന്നായി.
ടേക്ക് എ ലീവ് എന്താണ് മോർ 2 ദിവസം കൂടി നീ ലീവ് എടുക്ക. ടേക്ക് ലീവ് ഫോർ മോർ 2 days. എന്താ പറയാ? ഇഫ് നോട്ട് പോസിബിൾ ടേക്ക് എ ലീവ് ഫോർ 2 more days. 2 ദിവസം കൂടി നീ ലീവ് എടുക്ക. ഞാൻ അവിടെ പറഞ്ഞോളാം. എന്നെങ്ങനെ പറയാം? ഞാൻ അവരോട് പറഞ്ഞോളാം. ഐ വിൽ ടെൽ ദം. അപ്പോൾ ഇഫ് നോട്ട് പോസിബിൾ ടേക്ക് എ ലീവ് ഫോർ 2 more days, ഐ വിൽ ടെൽ ദം. എങ്ങനെ പറയാ? നിന്നെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ 2 ദിവസം കൂടെ നീ ലീവ് എടുക്കുക. 2 ദിവസം കൂടി. എങ്ങനെ പറയാ? 2 more days, ഐ വിൽ ടെൽ ദം. ഞാൻ അവരോട് സംസാരിക്കാം, ഞാൻ അവരോട് പറഞ്ഞോളാം. എങ്ങനെ പറയാ? ഹൗ ടു സേ? പോസിബിൾ ടേക്ക് ലീവ് ഫോർ 2 more days, ഐ വിൽ ടെൽ ദം. ഞാൻ അവരോട് പറഞ്ഞോളാം. അപ്പോ ഞാൻ പറയാം അത് പറ്റില്ല, അത് പറ്റില്ല, അത് അങ്ങനെ പറ്റില്ല. എങ്ങനെ പറയാം? ഇറ്റ് കാൺട്ട് ബി. കാൺട്ട് ബി എന്തിനാ ഉപയോഗിച്ചത്? ക്യാൻ ബി ഇത് നെഗറ്റീവ് ആണ്. കാൺട്ട് ബി ഞാൻ ക്യാൻ ബിനെ കുറിച്ച് എടുത്തിട്ടില്ല കേട്ടോ. ക്യാൻ ബി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊക്കെ ആകാം എന്ന് പറയാനാ. ആകാം എന്ന് പറഞ്ഞാൽ ക്യാൻ ബിയുടെ ക്ലാസ് അടുത്ത ദിവസം തന്നെ എടുക്കാം എന്ന് പറയാണ് ക്യാൻ ബി. അപ്പൊ എനിക്ക് അങ്ങനെ ആകാൻ പറ്റില്ല. കാൺട്ട് ബി. ഇറ്റ് കാൺട്ട് ബി. അത് പറ്റില്ല. ക്യാൻ ബി എന്ന് പറഞ്ഞാൽ ആകാം. കാൺട്ട് ബി ആകാൻ കഴിയില്ല. ഇറ്റ് കാൺട്ട് ബി എനിക്ക് അങ്ങനെ ആകാൻ പറ്റില്ല. ഐ കാൺട്ട് ബി കാണാൻ പറ്റില്ല. ബിക്കോസ് ഐ ഹാവ് സം വർക്ക് ടു ഡു. കാരണം എനിക്ക് കുറെ വർക്ക് ചെയ്യാനുണ്ട്. ബിക്കോസ് ഐ ഹാവ് സം വർക്ക് ടു ഡു. ചെയ്യാനുണ്ട്. എനിക്ക് കുറെ ജോലി അവിടെയുണ്ട്. ഐ ഹാവ് സം വർക്ക് ടു ഡു. ചെയ്യാനുണ്ട്. ഇത്ര ആലോചിച്ചിട്ട് നമ്മൾ പറയണേ എനിക്ക് ജോലി ഉണ്ട്. എങ്ങനെ? അപ്പൊ നമ്മൾ എങ്ങനെ പറയണം? എനിക്ക് ഉണ്ട് ജോലി. ഐ ഹാവ് കുറെ സം വർക്ക് ടു ഡു. ചെയ്യാനുണ്ട്. ഇറ്റ് ക്യാൻ't ബി. അത് പറ്റില്ല. ഇന്നലെ എന്താ ഒരു മീറ്റിങ്ങിന് പറഞ്ഞേ? ഞാൻ ചോദിക്കും. എന്തെങ്കിലും ആവട്ടെ, എനിവേ എന്തെങ്കിലും ആവട്ടെ, ഇന്നലെ എന്താ ഒരു മീറ്റിങ്ങിന് പറഞ്ഞത്? എന്താ അവർ ഇന്നലെ മീറ്റിങ്ങിൽ പറഞ്ഞത്? എന്താ മീറ്റിങ്ങിന് പറഞ്ഞത്? നമുക്ക് WH ഉണ്ട് അവിടെ അല്ലേ? വാട്ട് ഓക്സിലറി വന്നു. ഡിഡ് ദേ പറഞ്ഞത്. സേ ഇൻ ദ മീറ്റിംഗ്. അല്ലെങ്കിൽ എന്താ ഡിസ്കസ് ചെയ്തത്? വാട്ട് ഡിഡ് ദേ ഡിസ്കസ് ഇൻ ദ മീറ്റിംഗ് യെസ്റ്റർഡേ. ഇന്നലെ മീറ്റിംഗിന് എന്താണ് അവർ ഡിസ്കസ് ചെയ്തത്? നത്തിങ് സ്പെഷ്യൽ. പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. നത്തിങ് സ്പെഷ്യൽ ഒന്നുമില്ലായിരുന്നു. അപ്പൊ ഇത് ചെറിയൊരു കോൺവെർസേഷൻ പോലെയാണ് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? അപ്പൊ നിങ്ങൾ എന്താ ഇന്നലെ എന്താണ് മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്തേ എന്നെങ്ങനെയാ ചോദിക്കുക? എന്താ? WH വരണം, ഓക്സിലറി വേണം, then subject, after that verb. ഇത് നിങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് WH ഇല്ല എങ്കിൽ എന്ത് വേണം? ഓക്സിലറിയെ തുടങ്ങുക, സബ്ജക്റ്റ് വേണം, verb വേണം. നിന്നെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ, ഇഫ് നോട്ട് പോസിബിൾ സാധ്യമല്ല എങ്കിൽ ലീവ് എടുക്ക് ലീവ്. ടേക്ക് ലീവ്. എന്താണ്? 2 ദിവസം കൂടെ. ഫോർ 2 more days. ഞാൻ അവിടെ പറഞ്ഞോളാം. വിൽ ടെൽ പറയാം. പോകാം. വിൽ ഗോ. ചെയ്യാം. വിൽ ഡു. കളിക്കാം. വിൽ പ്ലേ. അപ്പൊ പറയാം. വിൽ ടെൽ ദം. അവരോട്. ഇനി എന്താ നമ്മൾ പഠിച്ചത്? മരുന്ന് വാങ്ങിയോ നീ? ഡിഡ്. നമുക്ക് അവിടെ WH ഇല്ല. ഡിഡ് യു ബൈ മെഡിസിൻ? അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കേട്ട് അവസാനിപ്പിക്കരുത്. ഇതേപോലെ ഓരോ സെന്റൻസും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വരുത്തി അത് എങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഞാൻ പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടും പറ്റും. ആരെ കൊണ്ടും പറ്റും. പിന്നെ എന്താ പ്രശ്നം ചോദിച്ചാൽ ഓരോരുത്തർക്ക് ഓരോ ലാംഗ്വേജ്, ചിലപ്പോൾ അവർക്ക് പഠിക്കാൻ ഒരു കുറച്ച് പുറകിലോട്ട് നിൽക്കുന്നവരായിരിക്കും, പക്ഷെ ഒരു ലാംഗ്വേജ് ലേൺ ചെയ്യാൻ നല്ലൊരു കഴിവുണ്ടാവും. അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രമിച്ചാൽ കിട്ടാത്തതായിട്ട് യാതൊന്നുമില്ല. അപ്പൊ നിങ്ങളിങ്ങനെ സെന്റൻസുകൾ, ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ കേട്ടു പോകുന്നവർക്ക് ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. ഇതിനകത്ത് ഞാൻ പറഞ്ഞു പോകാത്തതായിട്ട് ക്യാൻ ബി മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ 1, 2, 3 ഞാനൊരു 24 ഞാൻ അവസാനിപ്പിച്ചതല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് കോൺവെർസേഷൻ തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത്
കേൾക്കണം. അത് കേട്ട് ഓരോന്നും എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് വളരെ കൃത്യമായി തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് ആരും വിചാരിക്കേണ്ട. നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അതേപോലെ നിങ്ങൾ ഇച്ചിരി ഉറക്കെ തന്നെ മനസ്സിൽ വരുന്ന ഇംഗ്ലീഷ് സംസാരിക്കുക. ആലോചിച്ചിട്ട് പറയുക. തിങ്ക് ആൻഡ് ടെൽ. ആലോചിക്കുക, പറയുക. അപ്പൊ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ. അതിനു മുമ്പേ ഞാൻ എന്നും പറയുന്നത് പോലെ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുകയും കൂടി ചെയ്യുക. പിന്നെന്താണ്, നമ്മൾ സെപ്റ്റംബർ 2 തുടങ്ങുന്ന ക്ലാസ്സിൽ വീട്ടമ്മമാർക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ്സിൽ ഒരു വീട്ടമ്മമാരും മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. എന്നെ കൊണ്ട് പറ്റുമോ എന്നൊന്നും ചിന്തിച്ച് ആരും മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് എന്നെ ഒത്തിരി പേര് വിളിക്കുമ്പോൾ പറയും എനിക്ക് അറിയില്ല, എന്താ അയ്യോ, അങ്ങനെയൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു നാണക്കേടും വിചാരിക്കേണ്ട. നമ്മൾ നല്ല കൂട്ടായിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ എടുക്കും. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരോടും നന്ദി പറയുന്നു. ബൈ ബൈ.